ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാ മുത്തശ്ശി. ഇതൊക്കെ ആരുടെ ഫോട്ടോസാ? ഇത് നമ്മുടെ പൂർവികര് തന്നെ. പൂർവികരുടെ ഫോട്ടോസ് വെക്കുമ്പോ പുരുഷന്മാരുടെ ഫോട്ടോസ് ഇല്ലാത്ത എന്താ? പറയും മുത്തശ്ശി, എന്തിനത്ര രഹസ്യമായിട്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങളോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ആരാ ഇവരൊക്കെ? എന്താ ഇവർക്കൊക്കെ സംഭവിച്ചത്? ഞാൻ പറയാം, ഈ ഇരിക്കുന്ന സ്ത്രീകളെല്ലാവരും അകാലത്തിൽ മരിച്ചവരാണ്. സത്യമല്ലേ? കളരിക്കിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികൾ ആരും തന്നെ അധികകാലം ജീവിച്ചിട്ടില്ല. അത് സത്യമല്ലേ? മോനെ, അത് ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മുത്തശ്ശി കളരിക്കിലേക്ക് വന്നത് രണ്ടാം ഭാര്യയായിട്ടല്ലേ? മുത്തശ്ശന്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? എന്റെ അമ്മ സുമിത്ര കളരിക്കിലേക്ക് വന്നത് രണ്ടാം ഭാര്യയായിട്ടല്ലേ? അച്ഛന്റെ ഒന്നാം ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? എന്താ മുത്തശ്ശിയുടെ നാവിറങ്ങിപ്പോയോ? സർപ്പദംശനമേറ്റ് മരിച്ചവരല്ലേ ഇവരെല്ലാവരും? എന്നെ പ്രസവിച്ച എന്റെ അമ്മയും ഇങ്ങനെ തന്നെയല്ലേ മരിച്ചത്? ഇനി പറയും, അച്ഛനും മുത്തശ്ശിയും കാത്തു സൂക്ഷിക്കുന്ന രഹസ്യങ്ങളൊക്കെ എന്താണ്? ഇപ്പൊ കളരിക്കൽ തറവാട്ടില് ആരുടെ ജീവനെ ഭീഷണിയുള്ളത്? എന്ത് മറികടക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ കളരിക്കല് സർപ്പബലി നടത്തുന്നത്? എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ മുത്തശ്ശി. ഇപ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കുറച്ചു നാൾ കഴിഞ്ഞ്. എപ്പോ? ഈ കൂട്ടത്തിലൊരു ചിത്രമായിട്ട് എന്റെ ഗാതി മാറിട്ടോ? പറയും മുത്തശ്ശി. അവളെ കൂടെ കൊന്നിട്ട് വേണം ആ രഹസ്യം എന്റെ അടുത്ത് പറയാനായിട്ട്. ഞാനീ പറഞ്ഞതൊക്കെ സത്യമല്ലെങ്കിൽ, കളരിക്കൽ കുടുംബത്തിന് അങ്ങനെ ഒരു ആപത്തില്ലെങ്കിൽ, മുത്തശ്ശന്റെ തലത്തോട്ട് സത്യം ചെയ്യേ. ശാപമാണ്, നമുക്ക് ശാപം. എന്നോ ഒരിക്കൽ ആരോ ചെയ്ത തെറ്റിന്റെ ബാക്കി പത്രം പരമ്പരയായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാഗശാപം.